ഹലോ നമസ്കാരം. വീക്ക്ലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. കഴിഞ്ഞ വീക്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം. നമുക്ക് ചാർട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീക്ക് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കിൽ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കിൽ ഒന്നായിരുന്നു SBI നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്ന റേഞ്ച് ഒരു 640 ആ റേഞ്ചിലായിരുന്നു. 640 to 630, 640 to 630. ചെറിയ രീതിയിലൊന്ന് മുകളിലേക്ക് പുഷ് ചെയ്തെങ്കിലും പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് തന്നെ എന്ത് ചെയ്യാണ്, റീടെസ്റ്റിന് വരുന്ന കണ്ടത്. ഇപ്പോൾ നമുക്ക് ക്ലിയർലി ഇത് റീടെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെ ഇവിടുന്ന് മുകളിലേക്ക് പോകാനായിരിക്കും സാധ്യത. SBIനൊക്കെ ഹോൾഡ് ചെയ്യാം, നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന എൻട്രീസ് ഒക്കെ ഷോർട്ട് ടേം ആണ്. ഒരു 1 to 3 months ഒക്കെ ഇടയിൽ നല്ല രീതിയിൽ 20% ഒക്കെ മുകളിലേക്ക് നമുക്ക് റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ, അതിൽ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ തരുന്നത്. ഇൻ കേസ് ഇത് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് മാറാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു സ്റ്റോക്ക് ആയിരുന്നു നാഷണൽ അലുമിനിയം. ഏകദേശം 120 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് എഗെയിൻ എന്ത് ചെയ്യാണ്, 104 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് റീടെസ്റ്റ് വന്നു. അടുത്ത റാലി എന്ത് ചെയ്യാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എഗെയിൻ 115 ഇപ്പോൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 120 കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, 120 കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ നല്ല രീതിയിലൊരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ സെൻസാർ ടെക്നോളജീസ് എഗെയിൻ എന്ത് ചെയ്തു, മുകളിൽ നിന്ന് താഴേക്ക് വന്നു, തിരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം. പക്ഷേ എഗെയിൻ ഇത് ഡെയിലി ക്യാൻഡിൽസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വീക്ക്ലി ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അപ്സൈഡ് മൊമെൻ്റ് ആണ് കാണിക്കുന്നത്. ഈ ഒരു 632 അല്ലെങ്കിൽ 633 എന്ന് പറയുന്ന ഈ റേഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നല്ല രീതിയിൽ മുകളിലേക്ക് പുഷ് വരും. വേറെ സ്റ്റോക്കായിരുന്നു രാംകോ ഇൻഡസ്ട്രീസ്. ഏകദേശം നല്ല രീതിയിലൊരു ഡൗൺഫോൾ വന്നൊരു സ്റ്റോക്കായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്ന ഒരു റിക്കവറിയാണ് കാണുന്നത്. അഗൈൻ ഇപ്പോഴത്തെ ഹൈ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അപ്സൈഡ് റാലി മുകളിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഷോർട്ട് ടൈമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്സ്. നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആദ്യം വരുന്ന ഒരു സ്റ്റോക്കാണ് കാസ്ട്രോൾ ഇന്ത്യയിൽ അത്യാവശ്യം ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ്ലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വീക്ക്ലി ക്യാൻഡിൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ സൈഡ് മൊമെൻറ്റം ഉണ്ടായിരുന്നൊരു സ്റ്റോക്കാണ് കാസ്ട്രോൾ ഇന്ത്യ. നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, 264 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ നിന്ന് ഏകദേശം സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 100 വരെ ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. എനിക്ക് ലോവർ ഹൈയിൽ ഇങ്ങനെ ഷിഫ്റ്റ് വരുന്നത് കാണാൻ പറ്റും. മാർക്കറ്റ് ഒരിക്കൽ പോലും പിന്നെ ഹൈ മുകളിലേക്ക് കട്ട് ചെയ്യുന്നില്ല, പുതിയ ലോ ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വരികയാണ്. അതിനുശേഷം 100 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ നിന്നും 160 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു സൈഡ് വൈസ്, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു കൺസോൾട്ടേഷൻ ഒക്കെ ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു വോളിയം പുഷ്, വീക്ക്ലി ക്യാൻഡിൽ നല്ല രീതിയിൽ ഒരു വോളിയം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല രീതിയിലൊരു ബൈയിങ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി കൂടുതൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സലാണ്. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ കാസ്ട്രോൾ ഇന്ത്യയുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡ് ട്രെൻഡ് ആയിരുന്നു. ഓക്കെ, 162 മുകളിൽ നിലവിലെ പ്രൈസായ വെയിറ്റ് ചെയ്യാം, നമുക്കിതൊന്ന് ക്ലോസ്. ഓക്കെ, ഡ്രോയിങ്സ് ഒന്ന് ഈ ഒരു 165 ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 165 കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പുഷ് മുകളിലേക്ക് വരും. ഇത് തിരിച്ചൊരു റിവേഴ്സലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഷോർട്ട് ടൈമിലേക്ക് അല്ലെങ്കിൽ ഒരു മിഡ് ടൈമിലേക്കൊക്കെ ഈ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 200, 220, 240 എന്നിങ്ങനെ മുകളിലേക്ക് അപ്സൈഡിലേക്ക് നല്ല രീതിയിൽ ടാർഗറ്റ്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് കാസ്ട്രോൾ ഇന്ത്യ. ഇവിടെ നമ്മൾ ബൈയിങ് റേഞ്ച് ചെയ്യാൻ പറഞ്ഞു, 165 കട്ട് ചെയ്യുമ്പോൾ എൻട്രി ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 160, 156 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലേക്ക് റീടെസ്റ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഒരു അഗ്രസീവ് സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ, അധികം റിസ്ക് എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെ 152 വെക്കാം. കുറെ കൂടി കൺസർവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ കുറച്ചൊക്കെ ഷോർട്ട് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 144 ബിലോ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്താൽ മതി. ഇതിനും താഴെ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്താൽ മതി. ഇതെന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്താൽ റിട്ടേൺസ് തരാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് കാസ്ട്രോൾ ഇന്ത്യ. നെക്സ്റ്റ് നമ്മളെ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് ഹിൻഡ് കോപ്പർ.
ഹിൻഡ് കോപ്പറിൽ ലാസ്റ്റത്തെ ഒരു 2-3 ദിവസത്തെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നല്ല രീതിയിലുള്ള അപ്സൈഡ് മൊമെന്റം ആണ് കാണിക്കുന്നത്. ഇവിടെ ഏകദേശം ഹിൻഡ് കോപ്പർ ഒരു ട്രെൻഡ് റിവേഴ്സൽ, അല്ലെങ്കിൽ ട്രെൻഡ് ബൈ സൈഡിലേക്കുള്ളൊരു ട്രെൻഡാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് മൊമെന്റം കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ, കുറച്ച് പുറകിലേക്ക് നോക്കുമ്പോൾ 2021 റിജക്ട് ചെയ്ത ഒരു ഏരിയയാണ് 198 എന്ന് പറയുന്നത്. ഈ ഒരു 198 എന്ന് പറയുന്ന ഒരു റേഞ്ച് ബിഫോർ ട്യൂസ്ഡേ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിരുന്നു. പക്ഷേ മൺഡേ ബ്രേക്ക് ചെയ്തിട്ട് ട്യൂസ്ഡേ വെനസ്ഡേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഗൈൻ അവിടെ റീടെസ്റ്റ് വന്നു. ലാസ്റ്റത്തെ 2 ദിവസം, അതായത് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച ആയിട്ടൊരു 10% അപ്സൈഡ് മൂവ് ആണ്. അതായത് 200 എന്ന റേഞ്ചിൽ നിന്ന് 226 ആണ് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഹിൻഡ് കോപ്പറിൽ ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 226 ആണ്. ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, റീടെസ്റ്റ് നടന്നതിന് ശേഷം അടുത്ത റാലിക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കറണ്ട് 2 രീതിയിൽ നമുക്ക് ഈ ഹിൻഡ് കോപ്പറിൽ എൻട്രി ചെയ്യാൻ പറ്റും. ഒന്ന് 226 എന്ന് പറയുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി ചെയ്യാം. അതല്ലാതെ എന്ത് ചെയ്യാണ്, അഗൈൻ ഈ ഒരു 198 അല്ലെങ്കിൽ 200 to 220, 200-നും 220-നും ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അത്യാവശ്യം വലുതാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗ്രസീവായിട്ട് എൻട്രി ചെയ്യാം. 226-ൽ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 190 ബിലോ, 190 ഒക്കെ ഒരു സേഫ് ആയിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റീടെസ്റ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഒരു സ്വിംഗ് ലോ ആയിട്ട് 180 ബിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. രണ്ടും 2 രീതിയിലാണ്. നിങ്ങൾക്ക് 2 രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് 226-ൽ എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഒരു 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. അതായത് 100 ക്വാണ്ടിറ്റി ആണ് നിങ്ങൾ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 50 ക്വാണ്ടിറ്റി മാത്രം ഇപ്പോൾ എൻട്രി ചെയ്യാം. അതിനുശേഷം റീടെസ്റ്റിന് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി 50 ക്വാണ്ടിറ്റിയിലും എൻട്രി ചെയ്യാം. അതല്ല കംപ്ലീറ്റ്ലി അഗ്രസീവായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ എൻട്രി ചെയ്യാം. നമ്മളൊരു 10 to 20% മിനിമം ടാർഗറ്റ് ഹിൻഡ് കോപ്പറിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു സ്റ്റോക്കാണ് ഗെയിൽ ഇന്ത്യ. ഗെയിൽ ഇന്ത്യയുടെ ഒരു കേസ് പറയുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് നമ്മളെ ടെലഗ്രാം ചാനലിൽ സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ്. അതായത് നമ്മൾ ട്രേഡ് ടിപ്സ് ബൈ SMK നമ്മളെ ടെലഗ്രാം ചാനലിൽ നമ്മൾ വെയിറ്റ് എ മിനിറ്റ്. നമ്മൾ ടെലഗ്രാം ചാനലിൽ പലപ്പോഴായിട്ട് നമ്മൾ പറയുന്നൊരു സ്റ്റോക്കായിരുന്നു ഗെയിൽ ഇന്ത്യ. ഗെയിൽ നമ്മൾ 1 ഇയറിൻ്റെ ഒക്കെ ഒരു ഹോൾഡിംഗ് പീരീഡിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 20 to 40% റിട്ടേൺസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഗെയിൽ ഇന്ത്യ. ഇവിടെ നമ്മൾ ടെക്നിക്കലി ഷോർട്ട് ടൈമിലേക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട്, ഇപ്പോൾ വീക്ക്ലി ക്യാനിൽ നമുക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. ഇതെന്ത് ചെയ്യണം, ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടിലാണ് നിൽക്കുന്നത്. ഏകദേശം 2017 എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ്, പിന്നെ അഗെയിൻ 2018 ഇവിടെ വരുമ്പോൾ അഗെയിൻ 2023, ഈ ഒരു 3 വർഷങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് ടെസ്റ്റ് ചെയ്തൊരു സോണ്, ഒരു 2017 മുതൽ 2023 വരെ വരുന്ന ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്തിട്ടാണ് ലാസ്റ്റ് വീക്ക്ലി ക്യാൻഡിൽസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഡെയിലിയിലേക്ക് വരുമ്പോൾ അഗെയിൻ 2 സോണുകളുണ്ട്. അതായത് ഒന്ന് നിലവിലെ ഈ ഒരു റേഞ്ച് 151 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ എൻട്രി ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അഗെയിൻ ഒന്നുകൂടി ഒന്ന് താഴേക്ക് വന്നിട്ട് ഒരു 140, 145 എന്നൊക്കെ പറയുന്ന റേഞ്ചിന് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യാം, 130-ന്റെ താഴെ എന്ത് ചെയ്യുക, ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇരുന്ന് 20% അപ്സൈഡ് മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 20% ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു സ്റ്റോക്കാണ് വിപ്രോ. വിപ്രോ അത്യാവശ്യം ഒരു ട്രെൻഡ് റിവേഴ്സലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വിപ്രോ നല്ല രീതിയിൽ മുകളിലുണ്ടായിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു. ഏകദേശം 700 വരെ വന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്, മാർക്കറ്റിൽ നിന്ന് താഴേക്ക് ഡൗൺ സൈഡ് മൊമെൻ്റ് ആണ് കാണിച്ചത്. പിന്നെ അഗൈൻ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യായിരുന്നു. 350-ൻ്റെയും 450-ൻ്റെയും ഈ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യായിരുന്നു, കൺസോൾഡേറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട്, ഈ ഒരു 450 എന്ന് പറയുന്ന ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ വീക്ക്ലി ക്യാൻഡിലാണെങ്കിലും ഡെയിലി ക്യാൻഡിലാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതും ട്രേഡ് ടിപ്സ് ബൈ SMK എന്ന് പറയുന്ന നമ്മളെ ടെലഗ്രാം ചാനലിൽ വിപ്രോ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ട്രേഡ് ടിപ്സിൽ മെൻഷൻ ചെയ്തൊരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 430 ബ്രേക്ക് ഔട്ടിന് തൊട്ട് മുന്നെയാണ്.
ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞൊരു റേഞ്ച് എന്ന് പറയുന്നത് 446 അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 430ൻ്റെയും 445ൻ്റെയും റേഞ്ചിൽ, അതായത് ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു റീടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഞാൻ നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റി കൊടുത്ത സജഷൻ. അവിടെ നിന്ന് ഏകദേശം ഇപ്പോൾ ഹൈ ക്രിയേറ്റ് ചെയ്തത് 460, അതായത് 430 എൻ്റർ ചെയ്ത ആളുകൾക്ക് ഓൾറെഡി ഒരു 10% റിട്ടേൺസ് ആയിട്ടുണ്ട്. എഗെയിൻ നൗ ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്രഷ് എൻട്രി പോസിബിൾ ആണ്. 450 to 60 ഇടയിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 445 to 460 ഇടയിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 430 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാലി. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് കാണിച്ചിരുന്നത് ഈ സ്റ്റോക്ക് ഓവറോൾ. ഇപ്പോൾ എന്ത് ചെയ്തു, സൈഡ് വൈസ് മാറി ഇനി ഒരു അപ് ട്രെൻഡിലേക്ക് ഫോർമേഷൻ ചേഞ്ച് ആവുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമുക്ക്. അപ്പോൾ ഈ ഒരു റാലി നമുക്ക് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്ത് പോവാം. ഒരു 550, 500 ആ റേഞ്ചൊക്കെ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും വിപ്രോയിൽ. നെക്സ്റ്റ് നമുക്കൊരു സ്റ്റോക്ക് വരുന്നത് ലോറസ് ലാബ്. ലോറസ് ലാബിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല. ഇതൊരു ബ്രേക്ക് ഔട്ടിന് മുമ്പുള്ള ഒരു സ്ട്രക്ചറാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 418 അല്ലെങ്കിൽ 420 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ സോൺ ബ്രേക്ക് ഔട്ട് നടക്കുന്നുള്ളതാണ്. 420 മുകളിൽ എൻട്രി എടുത്താൽ മതി. നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ടൊരു 390 ആ ഒരു റേഞ്ച് പിക്ക് ചെയ്താൽ മതി. 390 താഴെയും വരികയാണ്, എന്നിട്ട് മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല, 390 താഴേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്താൽ മതി. ഇവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ ഒരു അപ്സൈഡ് മൂവ്മെന്റ് 470 വരെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഓക്കെ 400 ഈ റേഞ്ച് 465, 470 എന്ന് പറയുന്ന ഈ റേഞ്ച് ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ ഇടയിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇവിടെ ബ്രേക്ക് ഔട്ടിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. കുറെ കൂടി അഗ്രസീവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അതായത് ബ്രേക്ക് ഔട്ടിൻ്റെ തൊട്ട് മുന്നേ ചാടി കയറി എൻട്രി എടുക്കാതിരിക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം എൻട്രി എടുത്താൽ മതി. ഓക്കെ, ഓവറോൾ മാർക്കറ്റിലൊരു ചെറിയൊരു വളറ്റിലിറ്റി കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് പോയിരുന്ന ഒരു മാർക്കറ്റിൽ വെനസ്ഡേ ഒരു സിംഗിൾ ക്യാൻഡിൽ കൊണ്ട് മാത്രം ഒരു 300 to 400 പോയിന്റ്സിൻ്റെ ഒരു ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. പലരും പാനിക്കായിട്ട് സ്റ്റോക്കുകൾ സെല്ല് ചെയ്യട്ടെ, നമ്മളിനി ഏത് വാങ്ങിക്കും, ഇനി ഈ വീക്ക് പുതിയ സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെ പല രീതിയിലുള്ള പാനിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഒപ്പീനിയൻ സജഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും പാനിക് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും പാനിക് ആവേണ്ട ആവശ്യമുള്ള മാർക്കറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക്, അതായത് ഒരു 20,000 ശേഷം 21,500 വരെ നമ്മളെ മാർക്കറ്റ് ഒറ്റ സ്ട്രെച്ചിൽ ഒരു റാലി ആയിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് മുകളിലേക്ക് ഒറ്റ സ്ട്രെച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ റാലി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു 300 to 400 പോയിന്റ്സ് മാത്രമേ തിരിച്ച് താഴേക്ക് വന്നിട്ടുള്ളൂ. അതൊരു ഹെൽത്തി കറക്ഷൻ ആയിട്ട് നമുക്ക് കാണാം. ഈവൻ ഇനിയൊരു 2% കൂടി താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ എന്ത് ചെയ്യണം, ഇതുപോലുള്ള കറക്ഷൻസ് വന്നാലേ അടുത്തൊരു റാലി വരാൻ പറ്റുള്ളൂ. മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ട്രെൻഡിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ ഈ ഒരു രീതിയിലാണ് സ്ട്രക്ചർ ഫോം ആവുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റിന് അനിവാര്യമായ കറക്ഷനാണ്. ഒരിക്കലും ഇതൊന്നും വലിയൊരു നഷ്ടമായിട്ടൊന്നും കരുതരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ അതൊരു 5% മുകളിലൊക്കെ അന്നത്തെ ദിവസം ഡൗൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യൂരിയസ് ആയിട്ട് നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങളെ റിസ്ക് റിവാർഡും പൊസിഷൻ സൈസിങ്ങും ആണ്. കാരണം നിങ്ങളെ ക്യാപിറ്റലിൻ്റെ 5% അല്ലെങ്കിൽ 8% മുകളിലൊക്കെ നിങ്ങൾക്ക് അന്ന് ലോസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ ക്വാണ്ടിറ്റിയാണ്, പൊസിഷൻ സൈസിങ് ആണ്. അപ്പോൾ നിങ്ങൾ നഷ്ടം സഹിക്കാൻ തയ്യാറാവുന്നതിൻ്റെ മാക്സിമം മാത്രം എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്വാണ്ടിറ്റീസ് ചൂസ് ചെയ്യുക. നമ്മൾ പറയുന്ന സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടുന്നു ആയിക്കോട്ടെ, നിങ്ങൾ ഓൺ അനാലിസിസ് നടത്തുന്നു ആയിക്കോട്ടെ, പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക നമ്മളെ ക്യാപിറ്റലും നമ്മളെ റിസ്ക് റിവാർഡുമാണ്, മാർക്കറ്റ് അല്ല. എനിവേ, ഓൾ ദി ബെസ്റ്റ്.